വിശദമായ വാർത്തകളിലേക്ക്. ജയലളിതയ്ക്ക് തോഴി ശശികല സ്ലോ പോയ്സൺ നൽകിയെന്ന വാദത്തിലുറച്ച് 2012 വാർത്ത പുറത്തുകൊണ്ടുവന്ന തെഹൽക്ക ലേഖകൻ മന്നാർഗുഡി മാഫിയയുടെ ശക്തിയാണ് ശശികലയ്ക്ക് വീണ്ടും വേദനിലയത്തിലേക്ക് വഴി സുഖമാക്കിയതെന്നും എന്നാൽ ശശികലയുടെ രാഷ്ട്രീയ പ്രവേശനം എളുപ്പമാകില്ലെന്നും തെഹൽക്ക ലേഖകൻ ജിമോൻ ജേക്കബ് പറയുന്നു. ജയലളിതയെ വധിക്കാൻ തോഴി ശശികല വിഷം നൽകിയെന്ന വാദം വീണ്ടും ഉയരുമ്പോഴാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ജിമോൻ ജേക്കബ് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ജയലളിതയ്ക്ക് ഭക്ഷ്യവസ്തുക്കളിൽ ലെഡിൽ കലർത്തിക്കൊടുത്ത് സ്ലോ പോയ്സൺ ചെയ്യുന്നുവെന്ന്. ഇത് AIDMKയിൽ തന്നെയുള്ള ഉന്നത വൃത്തങ്ങളാണ് എന്നോട് പറഞ്ഞത്. തന്റെ കണ്ടെത്തലുകളെ കുറിച്ച് ജീമൻ പറയുന്നത് ഇങ്ങനെ: ശശികലയെയും അവരുടെ കൂട്ടരെയും പുറത്താക്കുകയും പിന്നീട് 44 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് കയറ്റുകയും ചെയ്യും. ശശികലയുടെ ബന്ധുജനങ്ങളെ ആരെയും ജയ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അടുപ്പിച്ചിട്ടില്ല. ശശികലയെ വേദനിലയത്തിൽ നിന്നും പുറത്താക്കിയതിന്റെ പിന്നാമ്പുറം തേടിയുള്ള തന്റെ അന്വേഷണത്തെക്കുറിച്ച് ജീമൻ പറയുന്നത് ഇങ്ങനെ: മണ്ണാർഗുഡി മാഫിയ ഭരണത്തിൽ ഇടപെടുക മാത്രമല്ല, അതായത് കഴിഞ്ഞ 25 വർഷമായിട്ട് ശശികല ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിരുന്നു. ശശികലയെ വീണ്ടും വേദനിലയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ശക്തികളെക്കുറിച്ചും ജീമോൻ വിലയിരുത്തുന്നു. ജയലളിത എന്തു പറയുന്നു അത് അവസാന വാക്കായിട്ട് നേതാക്കന്മാരും അണികളും സ്വീകരിച്ചാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശശികലയുടെ അധികാര പർവം അത്ര സുഗമമായിരിക്കില്ല എന്നുള്ളതാണ്. ശശികലയുടെ രാഷ്ട്രീയ പ്രവേശനം എളുപ്പമാകില്ല എന്നും ജിമോൻ ജേക്കബ് പറയുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത ഉയരുമ്പോഴാണ് ആരോപണവുമായി ജിമോൻ ജേക്കബ് എത്തുന്നതെന്നും ശ്രദ്ധേയം. അരുൺ രാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.